എന്ത് മഴയല്ലേ കുറേ ദിവസമായിട്ട്. ഇവിടെയും നല്ല മഴയായിരുന്നു. ഇന്ന് മാത്രമാണ് ഇത്തിരി നേരം ഒന്ന് വെയിൽ വന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ നടക്കാൻ ഇറങ്ങി. കുറേ ദിവസം ഇങ്ങനെ നടന്നിട്ട് അച്ഛനും അമ്മയും ഉണ്ട് കൂടെ. അവരും എന്തൊക്കെയോ മിനുക്ക് പണിയിലാണ്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം കഴിക്കണം. കൂടെ ഒരു കോളിഫ്ലവറിൻ്റെ നല്ല ഗോബി മഞ്ചൂരിയനും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കില്ലേ. പക്ഷെ അപ്പം ഉണ്ടാക്കാൻ ഇപ്പം തന്നെ ഓൾറെഡി വൈകുന്നേരമായി. ഇനി എപ്പം മാവ് പുളിച്ച് പൊന്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നല്ല തണുപ്പും. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു റെസിപ്പി കിട്ടി. അങ്ങനെ ഞാൻ ആ റെസിപ്പി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ അപ്പം. പക്ഷേ നല്ല സോഫ്റ്റ് അപ്പം. ഞാൻ 2 മണിക്കൂർ എടുത്തിട്ടുള്ളത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അപ്പം ഞാനിന്ന് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പത്തിൻ്റെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ എല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ബോയിൽ ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്തേ, മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് അതൊന്ന് പൊരിച്ച് മാറ്റിയെടുത്തു. ഈ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കി പരിപാടികളും ചെയ്യുന്നത്. പൊരിച്ച എണ്ണയ്ക്ക് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ഞാൻ ഹെൽത്തി ഓപ്ഷനാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സോസിൻ്റെ ഉപയോഗം മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തക്കാളി മിക്സിയിലിട്ട് അടിച്ചൊന്ന് പ്യൂരി ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു അടപ്പ് വിനെഗറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ സോയാ സോസ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലോറിൻ്റെ സ്ലറി ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിലൊന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുത്തു. ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് കിട്ടുന്ന അത്രയും ടേസ്റ്റ് വരും, പക്ഷേ അതിനേക്കാളും സൂപ്പറായിരുന്നു ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഓക്കെ.